കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള കാത്തലിക് മെൻ്റൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ തലശ്ശേരി അതിരൂപതാതല ഉദ്ഘാടനം ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ കാലഘട്ടത്തിൽ മാനസികാരോഗ്യം എന്നത് വിവിധ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ് എന്ന് നമുക്കറിയാം. ചെറുപ്രായം മുതൽ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ ഈ മാനസികമായ അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്ന നിരവധിയായ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പരിശുദ്ധ കത്തോലിക്ക സഭ കണ്ടെത്തിയ ഒരു മാർഗമാണ് കാത്തലിക് മെൻ്റൽ ഹെൽത്ത് മിനിസ്ട്രി. CBCയുടെ ആഭിമുഖ്യത്തിൽ അത് എല്ലാ രൂപതകളിലും ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് തലശ്ശേരി അതിരൂപതയിൽ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഏത് തരത്തിലുള്ള മാനസിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുടെ ഒപ്പം ഈശോയുടെ സ്നേഹ സാന്നിധ്യമായി സഭയുണ്ട് എന്ന സന്ദേശം നൽകുക എന്നുള്ളതാണ് ഈ കാത്തലിക് മെൻ്റൽ ഹെൽത്ത് മിനിസ്ട്രിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. തലശ്ശേരി അതിരൂപതയിലെ സ്കൂൾ അധ്യാപകർ, മതബോധന അധ്യാപകർ, ഇടവകയിലെ ഹെൽപ്പ് ഡെസ്ക് അംഗങ്ങൾ, കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കായി മാനസികാരോഗ്യം ഇന്നിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് പ്രശസ്ത സൈക്കോളജിസ്റ്റായ സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുര ക്ലാസുകൾ നയിച്ചു. എവിടെ പോയാലും എപ്പോഴും ഇങ്ങനെയുണ്ടല്ലോ, ഈ 7-Up, സ്പ്രൈറ്റ് അങ്ങനത്തെ ഡ്രിങ്ക്സ് മാത്രം കുടിക്കുക, ഇതെല്ലാം ഡിപ്രഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. സെക്യൂരിറ്റി എവിടെയോ നഷ്ടപ്പെട്ടു. ഒന്നെങ്കിൽ വൺ ഓഫ് ദ പേരന്റ് ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ വൺ ഓഫ് ദ പേരന്റ് സെപ്പറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ വൺ ഓഫ് ദ പേരന്റ് ഡിവോഴ്സ്ഡ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഇൻസെക്യൂരിറ്റി വന്നിട്ടുണ്ട്. ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 12 വയസ്സിൽ താഴെയാണ്. ഇനി ടീനേജ് ഡിപ്രഷനിലേക്ക് വരുമ്പോൾ കുട്ടികൾ അധികവും കാണിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് കാണിക്കുന്നത്.